ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്താണെന്നല്ലേ, ചിക്കനാണ് കേട്ടോ. പൈനാപ്പിൾ ചിക്കൻ. നല്ല അടിപൊളി മധുരമുള്ള പൈനാപ്പിളും ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ ഉണക്കമുളകിൻ്റെ ഉള്ളിൽ കുരു കളയണേ, അല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും. പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ കായം തേച്ചത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ്. കായം തേക്കാൻ ഇഞ്ചി വെളുത്തുള്ളി വേണം, ഒരു കോഴിമുട്ട വേണം, കോൺഫ്ലവർ വേണം, കുറച്ച് മൈദപ്പൊടി വേണം, പിന്നെ ഇത്തിരി കുരുമുളകും സോയാ സോസും. അത് വെച്ച് ചിക്കൻ കായം തേച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് ഏകദേശം അതൊക്കെ ഒരു ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ പൊരിച്ച ഓയിലുണ്ടല്ലോ, അത് അതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഓയിലിന് കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു 4 ഉണക്കമുളക്, ഇവിടെ നമ്മൾ വേറെ മുളകും പൊടിയോ പച്ചമുളകോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഉണക്കമുളകിൻ്റെ എരിവ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി നമ്മൾ ഈ ഒരു സ്ലൈസിൽ തന്നെ ഉള്ളി അരിയണം കേട്ടോ. കാരണം നമ്മൾ ചെറുതാക്കി അരിഞ്ഞാൽ അത് ഗ്രേവി മൊത്തം വ്യത്യാസമായിപ്പോവും. അപ്പം നമുക്ക് ഇവിടെ ഉള്ളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ക്യാപ്സിക്കും അതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഓൾറെഡി ചിക്കനിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിലും നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്, വളരെ കുറച്ച്. എന്നിട്ട് ഇതിലേക്ക് ഇതാ നമ്മുടെ മെയിൻ ഗസ്റ്റ് പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു പകുതി പൈനാപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 കപ്പ് വെള്ളം, അതായത് നമ്മൾ കുടിക്കണ ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കുറുകി വരുന്ന സമയത്താണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കുക. ഇതിൽ നമുക്ക് ടൊമാറ്റോ സോസും ആഡ് ചെയ്യണം. അത് നമുക്ക് എത്രയാണോ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച്. പിന്നെ ഞാൻ വെളുത്ത എള്ളുണ്ടല്ലോ, അത് മേലെ കുറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുക. അപാര ടേസ്റ്റാണ് മക്കളെ, നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞാൻ ഗ്യാരണ്ടി. പൈനാപ്പിൾ ചിക്കൻ ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് നിങ്ങളോട് പറയണത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് പറയണേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഫ്രൈഡ് റൈസ് അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ, ഒരു വെജിറ്റബിൾ പുലാവാണ്. നമ്മളെ സാധാ ഫ്രൈഡ് റൈസിൻ്റെ